ഇനി ബഫിങ്ങും പ്ലേറ്റിങ്ങും. ഇതിൽ ബഫിംഗ് ഇല്ല, ആക്ച്വലി ക്രാങ്ക് മാത്രമേ ബഫ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം പ്ലേറ്റിംഗ് ആണ്. പ്ലേറ്റിംഗ് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 12 രൂപ 11 രൂപ 12 കൂട്ടിയാൽ മതി. കാര്യം ഇതില് റിമ്മൊന്നുമില്ല, റിമ്മെല്ലാം പഴയതായിരുന്നു. ഓക്കെ, എഞ്ചിൻ കവറായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം കൂടെ പ്ലേറ്റ് ചെയ്ത് എവിടെയാണ്? കിളിമാനൂർ പ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരാൾ എവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കിളിമാനൂർ എവിടെയാണ് ഈ പ്ലേറ്റിംഗിന്റെ? കിളിമാനൂർ ECMF ഇൻഡസ്ട്രീസ് എന്ന്. ECMF ഇൻഡസ്ട്രീസ്, അതാണ് അവരുടെ ഷോപ്പിന്റെ പേര്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്, സെർച്ച് ചെയ്താൽ മതി അല്ലേ, കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പിന്നെ ലേബർ ഇതിന് 10 രൂപ. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു റോഡിന്റെ അപ്പുറം ആയിട്ടാണ്, അതുകൊണ്ടാണ് ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ വണ്ടിക്ക് ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര? വണ്ടിക്ക് ടോട്ടൽ കോസ്റ്റ് ഏതാണ്ട് 1,02,500 അടുപ്പിച്ചു. 1,02,500. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ട് പണിഞ്ഞിട്ടുണ്ട്, അതിൽ വളരെ സംശയമില്ല. പ്രത്യേകിച്ച് ഇതിലിപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് പറയേണ്ടത് ഈ പെയിന്റിംഗ് ആണ് കേട്ടോ. പെയിന്റിംഗ് നല്ല രസമുണ്ട്, എടുത്ത് അട്രാക്റ്റഡ് ആകുന്നതും. ഇപ്പോൾ പൊതുവെ നോർമലി ഇപ്പോൾ ചില വണ്ടികളിലൊക്കെ നമുക്ക് ആ പ്ലേറ്റ് ചെയ്താണ് എടുത്ത് കാണിക്കുന്നത്, പക്ഷെ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു പെയിന്റ് ആണ് എടുത്ത് കാണിക്കുന്നത്. അതായത് 1,02,500 രൂപയാണ് നമ്മുടെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡിലോട്ട് എലക്ട്ര മാറിയപ്പോഴത്തേക്കായത്.